നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നരച്ച മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇത് നമ്മൾ കട്ടൻ ചായയിൽ കലക്കി തേക്കുവാണെങ്കിൽ നമ്മുടെ നരച്ച മുടി പൂർണ്ണമായിട്ടും മാറ്റാനായിട്ടും സാധിക്കും. പിന്നീട് ഒരു വെളുത്ത മുടി പോലും കാണില്ല. അത്രയ്ക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. ഇത് തയ്യാറാക്കുന്ന രീതിയും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 3 തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയിൽ ധാരാളം കെമിക്കൽ അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കാട്ടോ. അങ്ങനെ ചായപ്പൊടിയും കറിവേപ്പിലയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പലരും പല രീതിയിലാണ് ഹെയർ ഡേ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അതും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് എല്ലാ നരച്ച മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ മാറ്റിയെടുക്കാം. അതേപോലെ നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ എടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുക്കണം. അങ്ങനെ നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതായത് നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം മുടി വളരുവാനായിട്ടും അകാല നര തടയുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഒരു ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഹെയർ ഡൈ മിക്സ് ചെയ്തെടുക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ആവശ്യമില്ല. നല്ല ബ്രാൻഡിൻ്റെ നീലാമരിപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അതായത് അധികം കെമിക്കൽ ചേർക്കാത്ത നീലാമരിപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ അടുത്ത് നീലാമരിപ്പൊടി ഇല്ലെങ്കിൽ നീലാമരിയുടെ ഇല നന്നായിട്ട് അരച്ചിട്ട് അതായത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇതാക്കി എടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ടോ വേണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഹെയർ ഡേ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ സൈഡിലെല്ലാം ആ ഒരു കളറ് പിടിച്ചിട്ട് അത് പോകാനായിട്ടും സമയമെടുക്കും. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ പുറമേ നിന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേകൾ ഉപയോഗിക്കാതെ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും തന്നെ ഉണ്ടാവില്ല. നമ്മൾ കെമിക്കൽ ഹെയർ ഡേകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് തന്നെ അത് ഡാമേജ് ആണ്. അതായത് നമ്മുടെ മുടി പിന്നീട് വളരില്ല. എന്നാൽ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. പലരും പല രീതിയിലാണ് നീലാമരിപ്പൊടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് കൂടുതൽ നാൾ നമ്മുടെ മുടിയിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നീലാമരിപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് കൂടുതൽ നാൾ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വെളുത്ത മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.